ഹായ് ഹായ് മഴയുണ്ടോ? മഴയേ ഉള്ളൂ. എല്ലാവരും എല്ലായിടത്തും സേഫായിട്ടല്ലേ നിൽക്കുന്നത്? അരുണേട്ടൻ എവിടെ? അരുണ് ബസ്സിലാണ്, പോയിട്ട് വന്നില്ല. നല്ല മഴയാണ്. ഫുഡ് കഴിച്ചു, ഇപ്പം കഴിച്ചതേ ഉള്ളൂ. തവള ക്രോ 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 എന്ന് ചൊല്ലിയിട്ട് എന്തോ പോലെ. എന്താ സ്പെഷ്യൽ? ചോറും ചിക്കൻ കറിയും കാബേജ് ഉപ്പേരിയും അമ്മ കൊണ്ടുവന്നതാ. കല്യാണം ഇപ്പം അരുണിൻ്റെ ആയിരുന്നു. കല്യാണം എപ്പോൾ അരുണിൻ്റെ ആയിരുന്നു ഒക്കെ പറയാം. ഇനിയിപ്പോൾ അരുണിൻ്റെ കല്യാണമല്ല വേറൊരാളുടെ കല്യാണമാണെങ്കിലോ അതും നിങ്ങൾ ഉൾക്കൊള്ളാൻ നിൽക്കണം. നിങ്ങൾ പലത്തിനെയും നിന്നോളൂ. ഈ ഒരു 15 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിലും തരാം കേട്ടോ. 15 ദിവസം കഴിയട്ടെ. അപ്പം എന്താണ് ഫങ്ഷൻ, എവിടെയാണ് ഫങ്ഷൻ, ആർക്കാണ് ഫങ്ഷൻ, ആർക്കാണ് കല്യാണമാണോ കാതുകുത്താണോ, അങ്ങനെ എല്ലാ ഡീറ്റെയിലും പറയും ഞാൻ. ഒന്നും മറച്ചു വെക്കൂല. പക്ഷെ അതൊന്ന് ഒക്കെ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മറച്ചു വെക്കൽ. എന്നെ എവിടെയോ കണ്ട പോലെ ഊളംപാറയിലായിരിക്കും. മോനെ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഉറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. ആ കാർബോർഡിൻ്റെ മുകളിലോ താഴമ്മ വെച്ച ബാക്കിലടിക്കുന്ന ഫ്രെയിമിൻ്റെ മുകളിലോ വെള്ളം വീണ്. ബാക്കിലടിക്കുന്ന ഫ്രെയിമിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, അത് കിടക്കെ കയറ്റി വെക്ക്. എന്നിട്ട് മുകളിൽ കാർബോർഡിൻ്റെ മുകളിൽ വെള്ളം ഉറ്റുന്നോ നോക്ക്. ഉറ്റുന്നുണ്ടെങ്കിൽ അത് സൈഡിലേക്ക് ആക്കി വെക്ക്. ആ പിടി കിട്ടി. ജസ്റ്റിനെ വഴക്കുണ്ടാക്കുന്ന പുള്ളിക്കാരി എന്നത്തിന് പിടി കിട്ടാനാ? ഇവിടെ മഴ പെയ്താൽ ഉള്ളൊരു പ്രശ്നമാടോ, ചോരും ഭയങ്കര വിഷയമാണ്. എന്ത് ചെയ്യാനാ? നമ്മൾ 60 കോടിയുടെ വീട്ടിലാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പക്ഷെ 60 പോയിട്ട് 6 കോടിയുടേതായിരുന്നെങ്കിൽ വലിയ കാര്യം. റിക്കവർ ആക്കി എടുക്കാം കേട്ടോ. നമുക്കൊരു മനസ്സ് വെച്ചാൽ റെഡിയാവും എന്ന് വിചാരിക്കുന്നു. സാമ്പത്തികം വേണമല്ലോ. ഏതാ ഷാനവാസ് ഷാൻ ഗൂഗിൾ പേയിലൊക്കെ ഗുഡ് നൈറ്റ് അയക്കുന്നു. എന്തൊരു ഗതികേടെണ്ണ. അതൊക്കെ നനഞ്ഞോ മോനെ? എന്ത് കാർബോർഡോ? അപ്പുറത്തേക്ക് ചാരി വെച്ചോ. ആ ഇപ്പുറത്തേക്ക് ചാരി വെച്ചോ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈവിൽ വന്നു. ഡാ സലീം വന്നോ മോളെ?
സലീം വന്നില്ല മോളെ. നീയൊക്കെ ഈ ലൈക്ക് നോക്കിയിട്ട് എന്നാത്തിനാടേ? ആ പെണ്ണുങ്ങൾ കുറേ ആയാലേ എൻ്റെ പേർക്ക് കേസ് കൊടുക്കുന്നെന്ന് പറയുന്നു. കൊടുക്കട്ടെ, ഒന്നാക്കണ്ട, 10 നിരത്തി കൊടുക്കാൻ പറയും. നോക്കിക്കാളെ ഒരു 10 മിനിമം കൊടുക്കാൻ പറയും. തൂക്കി കൊല്ലാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറയും. എനിക്ക് പറ്റിയ പണി എന്നാ വേറൊന്ന് പറഞ്ഞതാട്ടോ. ചേച്ചി വായോ, എങ്ങോട്ടായോ? ഇത് വിരിച്ചോ, ഞാൻ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആവുന്നു. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അതെ, ഇപ്പോഴുള്ള പെണ്ണുങ്ങളെ, ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ അടുത്തൊക്കെ ഞാനെന്താക്കാനാ? എവിടെയാ വാപ്പാൻ്റെ? എന്താണ് ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറച്ച് പരദൂഷണം പറയാം, കുറച്ച് കുറ്റം പറയാം. താങ്ക്സ് ഓൾ. ജസ്ന മുത്തേ മൂക്കുത്തി സൂപ്പർ. 2 മൂക്കുത്തിൻ്റെ അതിലേതാണ് നിങ്ങൾക്ക് ഇപ്പം സൂപ്പറായിട്ട് തോന്നിയത്? അരുണിൻ്റെ കല്യാണ തീയതി 21 ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കൺഫേം അല്ല. ചിലപ്പം വ്യാഴാഴ്ചൻ്റെ അന്ന് മിഡ്നൈറ്റ് എൻ്റെ ഭർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ലസിതക്ക് 800 ലൈക്ക്. ലസിതക്ക് അങ്ങനെ പലതും ഉണ്ട്. ലസിതക്ക് 2 പിയ്യാപ്പിളുണ്ട്. എനിക്കതില്ലല്ലോ. അതുകൊണ്ട് ഓളെ മഹിമ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല. ഒക്കെ അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് ആ മഹിമ പറച്ചിൽ ഇവിടെ വന്ന് പറയല്ലേ. കണ്ടം വഴി ഓടേണ്ടി വരും. വിഷമമുണ്ടോ? ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ പോകുമ്പോൾ വിഷമിക്കുക വേണ്ടി, സന്തോഷിക്കല്ലേ വേണ്ടി? നോ സ്ട്രിങ് സൂപ്പർ. ഒരിക്കൽ പറഞ്ഞല്ലേ ചേച്ചിയെ കാണുമ്പോൾ ആവുന്നുണ്ടോടേ? എന്നാൽ ആ ആയ കമ്പി നീ അടുപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നേരെ നിൻ്റെ അമ്മയുടെ അണ്ടാവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്ക്. അമ്മ എന്താ പറയുക, സുഖപുളതികെ ആകട്ടെ. എന്താ നിങ്ങളുടെ ഒരു കോലം, മനുഷ്യക്കോലം? എന്ന് പേടിയുന്നു. പഴയ സന്തോഷം മുഖത്ത് കാണൂല. രാവിലെ ഞാൻ എഴുന്നേറ്റത് എപ്പോഴാണെന്നറിയോ? 6 മണിക്കോ 5:45 ഞാൻ എണീറ്റ്. എൻ്റെ വിഷമം, നിങ്ങൾ മുഖത്ത് സന്തോഷമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ വിഷമം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഈ 6 മണിൻ്റെ ഉള്ളിൽ ഒരു 5:45 ആയപ്പം അരുണ് ചെയ്ത് വെച്ച്, നിങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടി, നിങ്ങളൊക്കെ ഹൃദയം തകർന്ന് വെക്കും. അരുണ് 6 പഴംപൊരിയും വാങ്ങിയിട്ട് വന്നു. ജെസിമോളെ ചായ കുടിച്ചോന്ന് പറഞ്ഞു. ബാക്കിയാൻ തിന്ന് 1 മാമൻ തിന്നീനും. ഇവിടെ സത്യങ്ങളൊക്കെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ പല്ല് തേക്കാണ്ട് കട്ടനിട്ട്
പഴംപൊരി 6 4 ഞാൻ തിന്ന്, ഓൻ തിന്നീന്, ഓനും വെച്ചു, സഞ്ജുവിനും വെച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പഴംപൊരി തിന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ക്ഷീണം. പിന്നെ നേരെ പോയി കിടന്നുറങ്ങി എണീറ്റത് 12:45. അപ്പം ദേ വിശപ്പ്. അപ്പം വിശപ്പിന് ചോറ് തിന്നണം. അപ്പം ചോറ് തിന്ന് നോക്കുമ്പോൾ തിന്നതിൻ്റെ ഒരു വിഷമം. പിന്നെയും പോയി കിടന്നെല്ലാം കൂടി എണീറ്റ് അടുത്ത ചായക്ക് പറഞ്ഞ്, അല്ല ചോറുന്നാരല്ലേ ബർഗർ ഇന്ന്, അല്ലടാ ചോറുന്നാരല്ലേ ബർഗർ ഇന്ന്. ചോറുന്നൊരു ഉറക്ക് കഴിഞ്ഞ് എണീച്ച് വന്ന് ബർഗർ തിന്ന്. അത് കഴിഞ്ഞ് അടുത്ത ഉറക്കിന് പോകുന്ന സമയത്താണ് അമ്മയും അച്ഛനും ചോറും കൊണ്ടുവന്ന്. അപ്പോൾ അമ്മക്കും അച്ഛനും അമ്മക്ക് ചുരിദാർ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചുരിദാർ എടുക്കാൻ പോയി വന്ന് ചോറുന്ന് പായി ഇവിടെ റെഡിയാ, കിടന്നാൽ മതി. എന്താണെന്നറിയില്ല, ഈ വെറുതെ നിൽക്കുമ്പോഴാണ് മക്കളെ ക്ഷീണം. തിന്നുക ഉറങ്ങുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടി വെക്കും കേട്ടോ. അതാണ് ഗൈസ് നിങ്ങൾക്ക് ഇത്ര വിഷമം തോന്നുന്നത്. മുഖം പല്ലൂണ് പോലെയൊക്കെ തോന്നും നിങ്ങൾക്കിപ്പോൾ തടിച്ചിട്ടാ. ഈ ഇത്രയും തോന്നിയ ദിവസം പറയുന്നവരോട് എനിക്ക് ഇത്രയും തോന്നിയ ദിവസം പറയാൻ അറിയാഞ്ഞിട്ടല്ല, പച്ചക്ക് ഞാൻ പറയും. അത് കേട്ടാൽ പിന്നെ നിങ്ങൾ 4 ദിവസം 4 വെള്ളത്തിൽ കുളിക്കേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് ഈ തെറിയുടെ ആ ഒരു ഇതിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. ഏതായാലും നിങ്ങൾ തെറി പറഞ്ഞാടെ നിൽക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാനും ഗുഡ് നൈറ്റ് അടിച്ചു പോവുകയാണ്. അപ്പം നാളെ വിധിൻ്റെ ലൈവിൽ വരാം. ഓക്കെ, ടാറ്റാ.